അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈവനിങ് എപ്പോഴും പോത്ത് വിടണതല്ല. ഇന്ന് നമ്മൾ പോത്ത് വിടുകയല്ല. ഇന്ന് നമ്മളിതാ പുല്ലരിഞ്ഞിട്ട് പുല്ല് നിറയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഈവനിങ് സമയത്തൊക്കെ പുല്ലരിഞ്ഞ് നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഉണ്ട് പുല്ല് നിറഞ്ഞിട്ട് ഒരു ചാക്കിൽ നിറയെ പുല്ലുണ്ടെങ്കിൽ അവർക്ക് വൈകിട്ട് നിറയെ തിന്നാം. അവർ മേയുന്നത് കുറവാണ്. കാരണം ഇവിടെയൊക്കെ കണ്ടില്ല, ഇത് കണ്ട പാടമാണ്. നമ്മുടെ രാവിലെ നമ്മുടെ ലൈവ് കണ്ടവർക്കറിയാം നമ്മൾ ഈ തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുവരുന്നതൊക്കെ. ഇവിടെ കണ്ട പാടവും ഈ രണ്ട് സൈഡും പാടവും ഇത് തോടുമാണ്. അപ്പുറത്തെ സൈഡും വെള്ളം കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡും പഞ്ചയും പാടമൊക്കെയാണ്. ഞാൻ പഞ്ചയും പാടമെന്ന് പറയാറില്ലുള്ളൂ. ഇതാ കണ്ട ഇറങ്ങാൻ പറ്റില്ല കുഞ്ഞു വീടും ഇതണ്ട. ഇവിടെ ഈ പാലത്തൂടെയൊക്കെ അവർ ഇവിടെ പഞ്ചയില്ലാത്ത സമയത്ത് ഈ പാലത്തൂടെയൊക്കെ പോയി അപ്പുറത്തെ സൈഡൊക്കെ മേഞ്ഞിട്ട് വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതേണ്ട ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതാ അച്ഛൻ പുല്ലേരിയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുല്ലൊക്കെ നിറച്ച് ചാക്കിലാക്കുകയാണ് കേട്ടോ. അച്ഛനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ രാവിലെ അവിടുത്തെ വരമ്പിലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വരമ്പ് ഫുള്ളും അച്ഛൻ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചാക്ക് പുല്ലുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഫുള്ള് ഇട്ട് കൊടുക്കും. അപ്പോൾ വൈക്കോലിന് പകരം പുല്ലിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് അവൻ്റെ വളർച്ചയ്ക്ക്. നമ്മുടെ പോത്ത് വളർത്തുമ്പോൾ അവർക്ക് പച്ചപ്പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച ഉണ്ടാവും കേട്ടോ. പച്ചപ്പുല്ലൊക്കെ കൊടുത്താൽ അച്ഛൻ എന്താ വീണ്ടും അവിടെ കുറച്ചും കൂടി ഉണ്ട് വേണ്ട അരിയാൻ പോയിരിക്കാൻ കേട്ടോ. പച്ചപ്പുല്ല് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായി സഹായിക്കും കേട്ടോ. പച്ചപ്പുല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പോത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. നമ്മൾ വൈക്കോല് കൊടുക്കണതിനും കാട്ടി എഫക്റ്റാണ്. ഇപ്പോൾ അവർ മേച്ചിൽ ഭയങ്കര കുറവാണ്. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം. അതാ നമ്മുടെ പുറകിൽ ഒരു പുല്ലേരിയുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ മിക്കോസും ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോത്തിന് നമ്മൾ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും കേട്ടോ. വൈക്കോലിനെക്കാട്ടി നല്ലതാണ് പുല്ല്. പിന്നെ പശുക്കളുണ്ടെങ്കിൽ അറിയാമല്ലോ, പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പാലും കിട്ടും കേട്ടോ. അപ്പോൾ അച്ഛനോടെ പുല്ലേരിയുന്നുണ്ട്. അപ്പോൾ നോക്കി നിൽക്കുക പറഞ്ഞാൽ ചാക്കിലാക്കി കൊടുക്കും. ഞങ്ങൾ വണ്ടിയും കൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലാക്കിയിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഈവനിങ് പോത്ത് വിടുന്നില്ല. രാവിലെ നമ്മൾ പോത്ത് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നപ്പോൾ നമ്മൾ രാവിലെ മാത്രമേ പോത്തിന് വിട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു നേരം ഇങ്ങനെ പുല്ലെരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മാറ്റം ഉണ്ടാവും എന്ന് അറിയാനാണ്. അതായത് നമ്മൾ എപ്പോഴും മേയാൻ വിടില്ല. ഇവിടെയാണ് ഇപ്പോൾ മേയാനും ഇല്ല, പാടങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മേയാനും ഇല്ല. അപ്പോൾ പുല്ലിങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കുറച്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മാറ്റം ഉണ്ടാവും. എല്ലാവരും പറയുന്നത് നല്ല വളർച്ച ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണാം. പോത്ത് പെട്ടെന്ന് വളരാനുള്ള ടിപ്സൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പോത്തിനെ വിശക്കാൻ, അതുപോലെ പോത്ത് പെട്ടെന്ന് നല്ല സൈസായി വളരാനുള്ളതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ പോത്ത് വളർത്തുമ്പോൾ ഏതുതരം പോത്ത് വാങ്ങിക്കണം, പിന്നെ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അതാ അപ്പു അച്ഛനോടെ ഉണ്ട്. അപ്പോൾ ഒന്ന് പുല്ലെരിയുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ. പുല്ല് അച്ഛൻ എവിടെ എരിയുന്നുണ്ട്. മതി പറയുന്നുണ്ട്. അതാ ചാക്കിൽ നിറയ്ക്കും. പുല്ലെരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഒരു ചാക്ക് പുല്ലുന്നുണ്ട്. ഇതിപ്പോൾ രാത്രിക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അവർ മെയിനേനെക്കാട്ടി വേറെ നിറയെ തിന്നാലോ. അപ്പോൾ അതാ നമ്മൾ പുല്ലെരിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ പുല്ലേറ്റിയിട്ട് നടക്കുന്നുണ്ട്. അച്ഛനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട എന്നിട്ട് നമ്മളിങ്ങനെയുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കണ്ട. അച്ഛൻ ഭയങ്കര ഹെൽപ്പാണ് പോത്ത് വളർത്തണയിൽ. നമ്മൾ വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുല്ല് അതിൽ വെച്ചിട്ട് പോകാലോ പറഞ്ഞിട്ട്. പോത്തുകൾ നമുക്ക് മേയ്ക്കുന്നതിനേക്കാളും അവർക്ക് മേയ നിറയെ പുല്ലുള്ള അവിടേക്കാണ് നമുക്ക് നിറയെ മേയ്ക്കും. ഇപ്പോൾ ഇവിടെ പാടമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മേയിൽ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുല്ലെരിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ള പ്ലാന്. നമ്മൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാനാണ്. വണ്ടിയിലാണ് ഞാൻ തന്നെ പിടിച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞിരിക്കും. ബൈ.